നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഒരടി പിന്നോട്ടില്ല. സമരപന്തലുകൾ പുനഃസ്ഥാപിച്ചു. ജന്തർ മന്ദിറിലേക്ക് 10,000 ഐക്യദാർഢ്യവുമായി ഇടതുപക്ഷം. VSന്റെ സമരാഞ്ജലി. വലിയ ചുടുകാട്ടിലെ സ്മാരകം നാടിന് സമർപ്പിച്ചു. നാടകം അനുസ്മരണ പരിപാടി. അമ്മയും മകനും വേദി പങ്കിടുന്ന അഭയം. നാടകയാത്രയ്ക്ക് ആഗസ്റ്റ് 22-ന് കണ്ണൂരിൽ തുടക്കം. പാലായിൽ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസം പാസായി. ദിയ ബിനു പുറത്തേക്ക്. പെൺകുട്ടികളെ പുരുഷ പോലീസുകാർ തല്ലിച്ചതച്ചു. സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഖേദം പ്രകടിപ്പിച്ച് അഭിജിത്ത് ദീപ് കെ. പാറ്റകളോട് കൂടാതെ മാറി നിന്ന് പ്രതിഷേധിച്ച് കോൺഗ്രസ്. സമരം കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെ. വൈദ്യുതി പ്രതിസന്ധിക്കെതിരെ പവർ കട്ട്. ഒളിമ്പിക്സ് 2026 DYFI. വിശദമായ വാർത്തകളിലേക്ക് പോകാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള യുവജന പ്രക്ഷോഭം കൂടുതൽ കരുത്താർജിക്കുന്നു. പാർലമെന്റ് മാർച്ചിന് ശേഷം പോലീസും കേന്ദ്രസേനകളും തകർത്ത ജന്തർ മന്ദിറിലെ മുഴുവൻ സമരപന്തലുകളും പ്രതിഷേധക്കാർ പുനഃസ്ഥാപിച്ചു. സമരകേന്ദ്രം പൂർണ്ണമായും തിരിച്ചുപിടിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും SFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും ആഹ്വാനത്തിന് പിന്നാലെ സമരകേന്ദ്രത്തിലേക്ക് 10,000-കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും സമരത്തിന് പിന്തുണയുമായി എത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെ കൊല്ലാക്കൊല ചെയ്ത ഡൽഹി പോലീസിൻ്റെയും കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ MPമാർ പ്രകടനമായി ജന്തർ മന്ദിറിലെത്തി. അമറാം കെ രാധാകൃഷ്ണൻ, ജോൺ ബ്രിട്ടാസ്, A റഹീം, R സച്ചിദാനന്ദം, സു വെങ്കടേശൻ, PP സുനീർ, P സന്തോഷ് കുമാർ, K സുബ്ബരയ്യൻ, ജോസ് കെ മാണി തുടങ്ങിയ ഇടതുപക്ഷ MPമാർ പോലീസ് ഭീകരതയുടെ ചിത്രങ്ങൾ അടങ്ങിയ പ്ലാക്കാർഡുകളുമായാണ് പ്രതിഷേധിച്ചത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് കസ്റ്റഡിയിൽ എടുത്ത്. പ്രതിഷേധം 3 മണിക്കൂറോളം പിന്നിട്ടതോടെയാണ് പോലീസ് നടപടി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം CJP പ്രവർത്തകർക്കെതിരെ നടന്ന പോലീസ് നടപടിക്കെതിരെ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് അസാധാരണ നടപടികൾക്കാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. അഖിലേഷ് യാദവ്, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, DK ശിവകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് ബലപ്രയോഗത്തെ തുടർന്ന് നിരാഹാര രാഹുലിൻ്റെ മുഖത്ത് പരിക്കേറ്റുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് നേരെയും പോലീസ് ബലം പ്രയോഗിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ സമരമിരിക്കുന്ന മറ്റ് കോൺഗ്രസ് MPമാരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. പല MPമാർക്കും പരിക്കേറ്റു. വനിതകൾ ഉൾപ്പെടെയുള്ള MPമാരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിൽ MPമാർക്ക് പുറമെ പിന്തുണയുമായി കൂടുതൽ പേർ സമരസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. VSന് സ്മരണാഞ്ജലി. വലിയ ചുടുകാട്ടിലെ സ്മാരകം നാടിന് സമർപ്പിച്ചു. നാടാകെ അനുസ്മരണ പരിപാടികൾ. CPM സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദനെ നാട് അനുസ്മരിച്ചു. VS എന്ന 2 അക്ഷരത്തിലൂടെ മലയാളിയുടെ മനസ്സിൽ വിപ്ലവ സൂര്യനായി ജ്വലിച്ച ജനനേതാവിനെ സ്മരിക്കാൻ സംസ്ഥാനത്തേക്കും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. VS അച്യുതാനന്ദൻ്റെ 1ാം ചരമ വാർഷിക ദിനത്തിൽ അനശ്വരരായ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ നിർമ്മിച്ച VS സ്മാരകം നാടിന് സമർപ്പിച്ചു. രാവിലെ 9-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്ത്. തുടർന്ന് പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. പുന്നപ്ര വയലാറിൻ്റെ സമരനായകനായ VSൻ്റെ മൃതദേഹം വലിയ ചുടുകാട്ടിലാണ് സംസ്കരിച്ചത്. അവിടെ തന്നെയാണ് CPM സ്മാരകം നിർമ്മിച്ചത്. പ്രശസ്ത വാസ്തുശില്പി G ശങ്കറിൻ്റേതാണ് രൂപരേഖ. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ TM തോമസ് ഐസക്, KN ബാലഗോപാൽ, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R നാസർ, VSൻ്റെ കുടുംബാംഗങ്ങൾ തുടങ്ങി ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. വൈകിട്ട് അനുസ്മരണ പൊതുസമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ, മാരാരിക്കുളം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനം തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചു. അമ്പലപ്പുഴ, തകഴി, കുട്ടനാട് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രകടനം കളർക്കോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചത്. 10,000-ങ്ങളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. മറ്റ് ഏരിയ കേന്ദ്രങ്ങളിലും റാലിയും സമ്മേളനം നടന്നു. സംസ്ഥാനത്തെങ്ങും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. മഹസർ തയ്യാറാക്കിയെത്തിയ പോലീസുകാർക്ക് നേരെ ചക്കരക്കലിൽ കോൺഗ്രസ് ഗുണ്ടയുടെ കയ്യേറ്റം.
വാഹനാപകടത്തിന്റെ മഹസർ തയ്യാറാക്കാനെത്തിയ പോലീസുകാർക്ക് നേരെയാണ് കോൺഗ്രസ് ക്രിമിനലിന്റെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ നേരെയാണ് ആക്രമണം ഉണ്ടായത്. മുഴപ്പാല കുറേന്റെ പിടിയിൽ ചൊവ്വാഴ്ച നടന്ന വാഹനാപകടത്തിൽ മഹസർ തയ്യാറാക്കാൻ എത്തിയ CPOമാർക്കെതിരെ അതുവഴി മദ്യവെച്ചെത്തിയ കൈതപ്രത്തെ ഷമലാണ് കയ്യേറ്റം നടത്തിയത്. സംഭവത്തിൽ ചക്കരക്കൽ പോലീസ് കേസെടുത്തു. കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ച് 18 ഏറ്റവും വലിയ ജനകീയ പ്രതിരോധത്തിനാണ് രാജ്യ തലസ്ഥാനം തിങ്കളാഴ്ച സാക്ഷിയായത്. പാർലമെന്റ് കിരച്ചെത്തിയ ഒന്നിലേറെ മാർച്ച് നടയാൻ തുടർച്ചയായി ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തതോടെ ജന്തർ മന്ദറിലും പരിസരവും സംഘർഷഭരിതമായി. തിങ്കൾ രാവിലെ 10:30 മാർച്ച് ആരംഭിച്ചതിന് പിന്നാലെ ഒന്നിലേറെ തവണ ലാത്തി വീശി അക്രമത്തിന് പോലീസ് തുടക്കമിട്ടു. CRPFനെ വെടിവയ്പ്പിന് സജ്ജമാക്കിയാണ് യുവജന മുന്നേറ്റത്തെ നേരിട്ടത്. ജന്തർ മന്ദർ, കേരള ഹൗസ്, പാർലമെന്റ് കവാടങ്ങൾ, ടോൾസ്റ്റോയ് റോഡ്, സൻസദ് ബർഗ്, റായ്സീന റോഡ്, അശോക റോഡ്, ഫിറോസ് ഷാ റോഡ്, പ്രസ് ക്ലബ്, വിജയ് ചൗക്ക്, പട്ടേൽ ചൗക്ക് എന്നിവിടങ്ങളിൽ അതിഭീകര മർദ്ദനമാണ് സേനകൾ അയച്ചുവിട്ടത്. വീണുകിടന്ന വിദ്യാർത്ഥിനികളെ മുടുക്കി കുത്തിപ്പിടിച്ച് പുരുഷ പോലീസുകാർ വളഞ്ഞിട്ടു തല്ലി. 50-ലധികം പേർ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. വീണവർക്ക് വൈദ്യസഹായം പോലും നൽകിയില്ല. ചോരയൊലിച്ച് പോലീസ് വാനിലേക്ക് മാറ്റിയവരെ വാനിലിട്ട് മർദ്ദിച്ചു. നിരവധി പേരുടെ കൈകൾ ഒടിഞ്ഞു. 20ഓളം SFI പ്രവർത്തകരുടെ കൈക്ക് പൊട്ടലുണ്ട്. നരനായാട്ടിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റു. നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. അഭിനേതാക്കളായ പ്രകാശ് രാജിനും ഷബാന ആസ്മിക്കും നേരെയും സേനകൾ പാനെടുത്തു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി അങ്മോയെ ക്രൂരമായി ആക്രമിച്ചു. ജന്തർ മന്ദിലെ സമരപന്തലുകൾ അടിച്ചു തകർത്തു. സമരം ചെയ്ത 70 പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലാണെന്ന വിവരം. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കേക്ക് പ്രിനർ ചലഞ്ച് 2026 സംഘടിപ്പിച്ചു. കണ്ണൂർ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേക്ക് നിർമ്മാണ പരിശീലനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കേക്ക് പ്രിനർ ചലഞ്ച് 2026 സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ദീപക് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ തളിപ്പറമ്പ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ T വൈകുണ്ഠൻ നിർവഹിച്ചു. പരിശീലക ശ്രുതി അജിത് ആശംസകൾ നേർന്നു. റൂട്ട്സെറ്റ് ഫാക്കൽറ്റി അഭിലാഷ് N സ്വാഗതവും റോഷ്നി C നന്ദിയും പറഞ്ഞു. കേക്ക് പ്രിനർ ചലഞ്ചിൽ പരിശീലനാർത്ഥികൾ തയ്യാറാക്കിയ കേക്കുകൾ വിദഗ്ധ സമിതി വിലയിരുത്തി. അവതരണം, രുചി, അലങ്കാരം, പുതുമ എന്നിവ മാനദണ്ഡങ്ങളിലാക്കി മികച്ച ടീമിനെ തിരഞ്ഞെടുത്തു. വിജയികൾക്ക് ചടങ്ങിൽ സമ്മാന വിതരണം ചെയ്തു. പരിപാടിയിൽ പരിശീലനാർത്ഥികളും ജീവനക്കാരും പങ്കെടുത്തു. പരിശീലനവും മത്സരവും സംരംഭകത്വത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ സഹായകമായതായി പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. വൈദ്യുതി പ്രതിസന്ധിക്കെതിരെ പവർ കട്ട് ഒളിമ്പിക്സ് 2026മായി DYFI. സംസ്ഥാനത്ത് തുടരുന്ന വൈദ്യുതി മുടക്കിലും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടിയുമായി DYFI തിരുവേഗപ്പുറ മേഖലാ കമ്മിറ്റി രംഗത്ത്. പവർ കട്ട് ഒളിമ്പിക്സ് 2026 എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. വൈദ്യുതി മുടക്കം മൂലം സാധാരണ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. നർമ്മവും ആക്ഷേപഹാസ്യവും സമന്വയിപ്പിച്ചുകൊണ്ട് വൈദ്യുതി മുടക്കിനെ ആസ്പദമാക്കിയുള്ള വിവിധ മത്സരങ്ങളും ജനപങ്കാളിത്ത പരിപാടികളും സംഘടിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വൈദ്യുതി മുടക്കുമായി ബന്ധപ്പെട്ട സൃഷ്ടിപരവും ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതുമായ മത്സരങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടക്കുക. മത്സരങ്ങളുടെ തീയതി, വിഭാഗങ്ങൾ, നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് DYFI തിരുവേഗപ്പുറ മേഖലാ കമ്മിറ്റി അറിയിച്ചു. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് അടിയന്തരവും ശാശ്വതവുമായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നും DYFI തിരുവേഗപ്പുറ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുണ്ടിയാട് എളയാവൂർ സർവീസ് റോഡ് MLAയും കലക്ടറും ഉൾപ്പെട്ട സംഘം സന്ദർശിച്ചു. ദേശീയപാത മുണ്ടിയാട് എളയാവൂർ കീഴ്ത്തുള്ളി ബൈപ്പാസിൽ സർവീസ് റോഡില്ലാത്തതിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ അഡ്വക്കേറ്റ് TO മോഹനൻ MLAയുടെ ജില്ലാ കളക്ടർ വിഷ്ണുരാജിന്റെയും നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. മുണ്ടിയാട് ജേർണലിസ്റ്റ് കോളനി മുതൽ കീഴ്ത്തുള്ളി വരെയുള്ള ഭാഗങ്ങളിൽ
ഇരുവശത്തും 4 കിലോമീറ്ററോളം ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന് ടി.എം. മോഹനൻ എം.എൽ.എ. ആവശ്യപ്പെട്ടു. ഇതിനായുള്ള സ്ഥലം പലയിടങ്ങളിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഇതുവഴി സർവീസ് റോഡുകൾ യാഥാർത്ഥ്യമാക്കിയാൽ ഈ പ്രദേശങ്ങളിലെ നാട്ടുകാർക്ക് മാത്രമല്ല താമരശ്ശേരി ഭാഗത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് എത്തുന്നവർക്കും ഗുണകരമാകുമെന്ന് എം.എൽ.എ. ചൂണ്ടിക്കാട്ടി. തങ്കേക്കുന്ന് മുട്ടോളം പാറയിലും സംയുക്ത സംഘം നേരിട്ട് സന്ദർശിച്ചു. ദേശീയപാത തുറന്നുകൊടുക്കുന്നതിനൊപ്പം സർവീസ് റോഡില്ലാത്തതിന്റെ പേരിലുള്ള നാടിന്റെ ആശങ്കകളും പരിഹരിക്കപ്പെടണമെന്ന് ജനകീയ കർമ്മസമിതി ഭാരവാഹികൾ എം.എൽ.എയും ജില്ലാ കളക്ടറും അടങ്ങിയ സംയുക്ത സംഘത്തിനോട് ആവശ്യപ്പെട്ടു. അസിസ്റ്റന്റ് കളക്ടർ എസ്. സ്വാതി എൽ.എ, ഡെപ്യൂട്ടി കളക്ടർ എ.കെ. അനീഷ്, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ കെ. സുബൈർ, ദേശീയപാത അതോറിറ്റി കേരള ഡിവിഷൻ പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർഗ്, സൈറ്റ് എഞ്ചിനീയർ ഹരികേഷ് മിശ്ര, ദേശീയപാത നിർമ്മാണ കരാർ വിഭാഗം വിശ്വസമുദ്ര പ്രൊജക്ട് മാനേജർ കെ. ചക്രപാണി, സൈറ്റ് എഞ്ചിനീയർ എ.ജി. ശ്യാംലാൽ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ചാന്ദ്രദിനത്തിൽ വിദ്യാലയങ്ങളിൽ കുട്ടി അധ്യാപകർ ക്ലാസ് എടുത്തു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്കും സംഘടിപ്പിച്ച കുട്ടി അധ്യാപക ചാന്ദ്രദിന ക്ലാസ് ജില്ലയിലെ ഹൈസ്കൂൾ യു.പി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾ ശാസ്ത്രബോധം വളർത്തുകയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറ്റവും പുതിയ അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചന്ദ്രപര്യവേഷണങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ, സമീപകാല ബഹിരാകാശ വാർത്തകൾ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പ്രത്യേക അവതരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്ലാസുകൾ. മുൻകൂട്ടി പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് സ്വന്തം വിദ്യാലയങ്ങളിൽ കുട്ടി അധ്യാപകരായി ക്ലാസുകൾ നയിച്ചത്. ജില്ലാതല ഉദ്ഘാടനം പെരളശ്ശേരി എ.കെ.ജി. സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി. ഷബിന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി. സുനീഷ് അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം പി. ബാബു ആമുഖ പ്രഭാഷണം നടത്തി. കുട്ടി അധ്യാപകരായ വാഗ്ദ സി.എൻ, ദേവിന ദിനേശ് എന്നിവർ ക്ലാസുകൾ അവതരിപ്പിച്ചു. സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത്, കെ. സുഗതൻ, കെ.വി. ദിലീപ് കുമാർ, പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ധന്യ റാം, സ്കൂൾ ഹെഡ് മിസ്റ്റർ സുസ്മിത കെ.ആർ, വി. റിനേഷ് എന്നിവർ സംസാരിച്ചു. എടക്കാട് മേഖലാ സെക്രട്ടറി സി.എൻ. പത്മനാഭൻ സ്വാഗതവും വിദ്യ എം. നന്ദിയും പറഞ്ഞു. ജന്മനാട്ടിലെ സ്കൂൾ കാലം ഓർത്തെടുത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. മന്ത്രിയായ ശേഷം ആദ്യമായി ജന്മനാടായ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിലെത്തിയ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം. ജോണിന് ഉദയഗിരി ഗ്രാമപഞ്ചായത്തും പ്രത്യാശ യു.പി സ്കൂളും സംയുക്തമായി പൗരസ്വീകരണം നൽകി. ഉദയഗിരി സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ താൻ 10ാം ക്ലാസ് പഠനം വരെ ജീവിച്ച താബോർ എന്ന മലയോര നാട്ടിലെ നാളുകൾ മന്ത്രി ഓർത്തെടുത്തു. 5, 6, 7 ക്ലാസുകൾ പഠിച്ച പ്രത്യാശ സ്കൂളിലേക്കും തിരിച്ചും വീട്ടിൽ നിന്നും നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് റോഡില്ല. നടവഴി പിന്നിട്ടാൽ കല്ലിലും മണ്ണിലും ചവിട്ടിയുള്ള യാത്ര. അന്നത്തെ മലയോര കർഷക കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് നേരിടേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടെന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന ചിന്ത പകർന്നു നൽകിയത് മാതാപിതാക്കളും അന്നത്തെ അധ്യാപകരുമാണെന്നും മന്ത്രി പറഞ്ഞു. 4 വരെ താബോർ സ്കൂൾ പഠിച്ച മന്ത്രി റോജിയുടെ ഹൈസ്കൂൾ പഠനകാലം തിരുമേനി സ്കൂളിലായിരുന്നു. പ്രീ ഡിഗ്രി മുതലാണ് എറണാകുളത്തേക്ക് മാറിയത്. പരിപാടി അഡ്വക്കേറ്റ് സജി ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. ആലുമൂട്ടിൽ അധ്യക്ഷയായി. തലശ്ശേരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണി വടശ്ശേരിയിൽ മുഖ്യപ്രഭാഷണവും സ്കൂൾ മാനേജർ ഫാദർ സേവ്യർ പുത്തൻപുരക്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ തന്നെ പഠിപ്പിച്ച അധ്യാപകരെ മന്ത്രി പൊന്നാട അണിയിച്ചു ആദരിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജേഷ് പൂവനാട്ട്, ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ. പ്രസന്നകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജി വർഗീസ് വട്ടോളി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീൻ തെക്കൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പള്ളപ്പറമ്പിൽ, പൗരസമിതി കൺവീനർ തോമസ് വക്കത്താനം, സ്കൂൾ പ്രധാനാധ്യാപിക സാലി കെ, താബോർ സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോർജ് ചിലമ്പുകുന്നിൽ, ഇ.എം. നാസർ, ജോയ്ച്ചൻ പളിയായിൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ. രാജീവൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മന്ത്രിക്ക് ഉപഹാരം നൽകി.
കണ്ണൂരിൽ അടഞ്ഞുകിടന്ന വാട്ടർ അതോറിറ്റി ക്യാന്റീനിൽ അഴുകിയ നിലയിൽ മൃതദേഹം. കണ്ണൂർ താണയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് സമീപത്തെ ക്യാന്റീനിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 3 ദിവസമായി അടഞ്ഞുകിടക്കുകയായിരുന്ന ക്യാന്റീനിന്റെ വർക്ക് ഏരിയയിലാണ് മൃതദേഹം അഴുകിയ നിലയിൽ കാണപ്പെട്ടത്. മരിച്ചയാളെ പൂർണ്ണമായി തിരിച്ചറിയാനായിട്ടില്ലെങ്കിലും ഇടുക്കി കട്ടപ്പന സ്വദേശിയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴിഞ്ഞ 3 ദിവസമായി ഈ ക്യാന്റീൻ പ്രവർത്തിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച രാവിലെ ക്യാന്റീൻ തുറന്ന് ജീവനക്കാർ അകത്തു കയറിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തിലധികം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. മരിച്ച വ്യക്തിയെ മുൻപും ക്യാന്റീൻ പരിസരങ്ങളിൽ സ്ഥിരമായി കാണാറുണ്ടായിരുന്നുവെന്ന് ഇവിടെയുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് കണ്ണൂർ ടൗൺ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മരണത്തിൽ ദുരൂഹതയുണ്ടോ അതോ സ്വാഭാവിക മരണമാണോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ വ്യക്തമാക്കൂ എന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമ്മയും മകനും വേദി പങ്കിടുന്ന അഭയം നാടകയാത്രയ്ക്ക് ആഗസ്റ്റ് 22 കണ്ണൂരിൽ തുടക്കമാകും. കേരളത്തിൻ്റെ നാടക ചരിത്രത്തിൽ ആദ്യമായി ഒരു അമ്മയും മകനും ഒരേ വേദിയിൽ കഥാപാത്രങ്ങളുമായി എത്തുന്നു. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മടിക്കൈ സ്വദേശികളായ നവജിത് നാരായണനും അമ്മ വത്സല നാരായണനും ചേർന്നാണ് ഈ അപൂർവ നാടക അവതരണം പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ആഗസ്റ്റ് 22 കണ്ണൂർ ജവഹർ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നാടക അവതരണം നടത്തും. അഭയം എന്ന പേര് പോലെ തന്നെ മനുഷ്യൻ ജീവിതത്തിൽ തേടുന്ന സുരക്ഷിതത്വത്തെയും ആശ്വാസത്തെയും ബന്ധങ്ങളുടെ ചൂടിനെയും കുറിച്ചുള്ള ഒരു കലാപരമായ അന്വേഷണമാണ് ഈ നാടകം. ഇന്നത്തെ സമൂഹത്തിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെയും മനുഷ്യർക്കിടയിലെ അകൽച്ചകളെയും ചോദ്യം ചെയ്തതിനോടൊപ്പം സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രാധാന്യം ഓർമ്മിക്കുന്ന ഒരു സൃഷ്ടിയാണിത്. നാടകത്തിൻ്റെ വിജയത്തിനായുള്ള സംഘാടന സമിതി രൂപീകരിച്ചു. MK മനോഹരൻ ചെയർമാൻ, വർഗീസ് കളത്തിൽ, അഡ്വക്കേറ്റ് P അജയകുമാർ വൈസ് ചെയർമാൻ, VV ശ്രീനിവാസൻ കൺവീനർ, K ഗോപി, PV മനോജ് കുമാർ ജോയിന്റ് കൺവീനർ. നാടകത്തിൻ്റെ ആദ്യ പോസ്റ്ററും ഓൺലൈൻ ടിക്കറ്റ് വിതരണവും കരിവള്ളൂർ മുരളി നിർവഹിച്ചു. ശാസ്ത്ര വായനാ പദ്ധതിക്ക് തുടക്കമായി. APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷൻ ചേർന്ന് സ്കൂളുകളിൽ നടപ്പാക്കുന്ന ശാസ്ത്ര വായനാ പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക K ജ്യോതി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ UP മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ് മുറികളിൽ യൂറിക്ക ശാസ്ത്രകേരളം മാസികകളുടെ വിതരണ ഉദ്ഘാടനവും നടന്നു. വിദ്യാർത്ഥികൾ മാസികകൾ ഏറ്റുവാങ്ങി. കണ്ണൂർ വലിയവളപ്പുകാവ് റോഡിലെ ഡോക്ടർ M രവീന്ദ്രന്റെ സ്മരണയ്ക്കായി കിരൺ രവീന്ദ്രനാണ് മാസികകൾ സ്പോൺസർ ചെയ്തത്. ചാന്ദ്രദിന പരിപാടിയുടെ ഭാഗമായി അമ്പിളി അമ്മാവിന്റെ വിശേഷങ്ങൾ എന്ന വിഷയത്തിൽ രാജീവൻ കാട്ടാമ്പള്ളി ക്ലാസ് എടുത്തു. ഷെമി നെഹന അധ്യക്ഷനായി. ലൈബ്രറി സെക്രട്ടറി PK ബൈജു സ്വാഗതവും PK ബാബു നന്ദിയും പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിലെ മുഴുവൻ സ്കൂളുകളിലും വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ മാസികകൾ വിതരണം ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര ക്ലാസുകൾ, ശില്പശാലകൾ, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിക്കും. ജപ്പാനിൽ നടക്കുന്ന ലോക കരാത്തെ മത്സരത്തിൽ കൂണ്ടാളിയിലെ അമർജ്യോതി പങ്കെടുക്കും. ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 2 വരെ ജപ്പാനിലെ ഒക്കിനാവയിൽ നടക്കുന്ന ലോക കരാത്തെ മത്സരത്തിൽ കൂണ്ടാളി ഉച്ചരിയോ കരാത്തെ സ്കൂളിലെ അമർജ്യോതി പങ്കെടുക്കും. കാനച്ചേരി ശങ്കരാലയത്തിലെ അഖിലേഷിന്റെയും ജിൻഷിയുടെയും മകനാണ്. 2022 ദുബായ് അന്താരാഷ്ട്ര കരാത്തെ മത്സരത്തിൽ കത്ത കുമിത്തെ ഇനങ്ങളിൽ സ്വർണ്ണ മെഡലും 2022, 23, 24, 25 വർഷങ്ങളിൽ ജപ്പാനിലെ ചിബയിൽ നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡലുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. ലോക കരാത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന അമർജ്യോതിനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 കൂടാളി ഉച്ചരിവ് കരാത്തെ സ്കൂളിൽ യാത്രയപ്പ് സംഘടിപ്പിക്കും. കണ്ണൂരിൽ വൻ ഡാൻസ് ഫെസ്റ്റിവൽ ജൂലൈ അവസാന വാരം നടക്കുന്നു. വിവിധ ഇനങ്ങളിൽ മത്സരിക്കാം. 2 ലക്ഷത്തിന്റെ സമ്മാനങ്ങൾ. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. വിളിക്കുക 944737